ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏറെ നന്ദിയോടെയാണ് ഈ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കുന്നത്. അതിൻ്റെ കാരണം ശമൂവേൽ 1 പുസ്തകത്തെ അധികരിച്ചുള്ള 100ാമത്തെ എപ്പിസോഡിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ 99 എപ്പിസോഡുകളിലും ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് നമ്മോട് കൃപ കാണിച്ചു. അവിടുത്തെ വചനം നമുക്ക് നൽകി. നമ്മളോട് ദൈവത്തിൻ്റെ വചനം ഇടപെട്ടിട്ടുണ്ട്. ഇന്ന് ഏറെ പ്രാർത്ഥനയോടും സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ 100ാമത്തെ എപ്പിസോഡിലേക്ക് അങ്ങേ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് അങ്ങയ്ക്ക് ഹൃദ്യമായ സ്വാഗതം. ശമൂവേൽ 1 പുസ്തകം 9ാം അധ്യായത്തിൻ്റെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇന്ന് നാം ചിന്തിക്കുന്നത് ഈ അധ്യായത്തിൽ ശമൂവേൽ എങ്ങനെയൊക്കെ പരാമർശിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ഓർത്തത് 1ാമത്തെ വിഷയമാണ്. അതെന്തായിരുന്നു? അവൻ ജനത്തിന് ദൈവപുരുഷനാണ്, അർത്ഥാൽ മാൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന, ഇസ്രായേൽ ജനത്തിന് ചൂണ്ടിക്കാണിക്കുവാനുള്ള ദൈവപുരുഷനായിട്ട് ശമൂവേലിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. നാം ആകുന്ന ഇടങ്ങളിലെല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ ജനം നാം ദൈവപുരുഷന്മാരാണ് എന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. തുടർന്ന് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ശമൂവേൽ 1 പുസ്തകം 9ാം അധ്യായത്തിൽ രണ്ടാമതായി എങ്ങനെ ശമൂവേൽ പരാമർശിക്കപ്പെടുന്നു എന്നുള്ളതാണ്. 9ാം വാക്യത്തിലും 11ാം വാക്യത്തിലും 18ാം വാക്യത്തിലും 19ാം വാക്യത്തിലും വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ദർശകനായി അഥവാ പ്രവാചകനായി അവനെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 9ാം വാക്യം ശ്രദ്ധിച്ചാലും, പണ്ട് ഇസ്രായേൽ ഒരുത്തൻ ദൈവത്തോട് ചോദിപ്പാൻ പോകുമ്പോൾ, വരുവീൻ നാം ദർശകന്റെ അടുക്കൽ പോക എന്ന് പറയും. എന്നിട്ട് തുടർന്ന് ഇങ്ങനെ വചനം പറയുന്നു, ഇപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നവനെ അന്ന് ദർശകൻ എന്ന് പറഞ്ഞു വന്നു. ഇപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നവന് മുൻകാലഘട്ടങ്ങളിൽ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഒരു നാമമായിട്ട്, ഒരു പേരായിട്ട് ദർശകനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ജനം ദർശകന്റെ അടുക്കിലേക്ക് പോകുകയാണ്, ജനം പ്രവാചകന്റെ അടുക്കിലേക്ക് പോകുകയാണ്. അങ്ങനെ പോകുമ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്, വരിക നമുക്ക് ദർശകന്റെ അടുക്കൽ പോകാം. പ്രിയപ്പെട്ടവരെ, ദർശകന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, അവന് പറയുവാൻ ചിലതുണ്ട്. നാം പഴയ നിയമം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നത് ഈ ദർശകൻ, പ്രവാചകൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു എന്നുള്ളതാണ്. ഒരു ശരിയായ പ്രവാചകന്റെ ലക്ഷണമായി വചനം അത് ചൂണ്ടിക്കാണിക്കുക. ഇന്ന് പ്രവാചകന്മാർ അത്തരത്തിൽ ഇല്ല. എന്നാൽ പ്രവാചകന്മാരുടെ ശുശ്രൂഷ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് പ്രവാചകന്മാർ അത്തരത്തിൽ സ്ഥാനപരമായിട്ടില്ലെങ്കിലും ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, നാം വരുവാൻ പോകുന്ന കാര്യങ്ങൾ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ലോകത്തോട് വിളിച്ചു പറയുന്നവരാണ്. ഒരു വലിയ നാശം വരാനായിട്ട് പോകുന്നു, ന്യായവിധി വരാനായിട്ട് പോകുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന മനുഷ്യരാണ് നമ്മൾ. അത് തന്നെയുമല്ല, യേശു കർത്താവ് വീണ്ടും വരികയും പ്രത്യാശയോടുകൂടെ നാം ഒരുങ്ങി ജീവിക്കണമെന്നുള്ളതായിരിക്കുന്ന വിഷയം നാം പറയുന്നവരാണ്. ഇസ്രായേലിൽ ജനം ദർശകന്റെ അടുക്കൽ പോകുമ്പോൾ വരിക നമുക്ക് പോകാം എന്ന് പറയുന്നത് പോലെ ദൈവികമായ വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ, വചനത്തിൻ്റെ സത്യങ്ങൾ അറിയുവാൻ ജനം നമ്മെ തേടി വരുന്നത് എത്ര അനുഗ്രഹീതമായ കാര്യമാണ്. ഈ നാളുകളിൽ പ്രത്യേകിച്ച് ലോകമാസകലം പ്രശ്നസങ്കീർണമായി തുടരുമ്പോൾ ജനത്തിന് ആകുലത വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ജനത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് പോകാം എന്ന് പറയുന്നൊരു സ്ഥാനമായി നമ്മുടെ ഭവനങ്ങൾ മാറണം. ജനം നമ്മെ തേടി വരണം. നമ്മുടെ അടുക്കിലേക്ക് വന്ന് വചനം പറയുന്ന സത്യങ്ങൾ എന്താണെന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അവർക്ക് വിരൽ ചൂണ്ടികളായി, കൈ ചൂണ്ടികളായി നാം മാറ്റപ്പെടണം.
അത് കർത്താവ് ആഗ്രഹിക്കുന്ന വിഷയമാണ്. തുടർന്ന് നാം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: പട്ടണത്തിലേക്കുള്ള കയറ്റം അവർ കയറി ചെല്ലുമ്പോൾ വെള്ളം കോരുവാൻ പോകുന്ന ബാല്യക്കാരത്തികളെ കണ്ടവരോട് ദർശകൻ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവിടെയും പ്രവാചകൻ അവിടെ ഉണ്ടോ അഥവാ ദർശകൻ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നതായി കാണുവാൻ കഴിയുകയാണ്. ഒരു കൂട്ടം ബാല്യക്കാരത്തികളോട് ശൗലും അവൻ്റെ ബാല്യക്കാരനും ചോദിക്കുകയാണ്, ദർശകൻ അവിടെ ഉണ്ടോ? അവിടെയും ദർശകനെ കാണുവാനുള്ളൊരു ജിജ്ഞാസ, താല്പര്യം, തങ്ങളുടെ ജീവിതത്തിൽ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവർ പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, നമ്മെ തേടി വരുവാൻ, നമ്മെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നതാകണം നമ്മുടെ ജീവിതം. പ്രിയപ്പെട്ടവരെ, ആ ബാല്യക്കാരത്തികൾക്ക് അവരെ ദർശകനായ ശമൂവേലിനെ അറിയാവുന്നത് കൊണ്ടാണല്ലോ അവരോട് ചോദിക്കുന്നത്. നമ്മെ ദൈവത്തിൻ്റെ മക്കളാണെന്നും നാം ദൈവത്തിൻ്റെ വിഷയങ്ങൾ പറയുന്നവരാണെന്നും വചനം പറയുന്നവരാണെന്നും ജനത്തിന് ബോധ്യം വരത്തക്ക നിലയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനായിട്ട് സാധിക്കണം. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു: അന്നേരം ശൗൽ പടിവാതിൽക്കൽ ശമൂവേലിൻ്റെ അടുക്കലെത്തി ദർശകന്റെ വീട് എവിടെയെന്ന് പറഞ്ഞു തരണം എന്ന് ചോദിച്ചു. ഇവിടെ നോക്കുക, വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നത് ദർശകന്റെ വീട് അന്വേഷിക്കുകയാണ്. 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശൗൽ ചോദിച്ചത് ശമൂവേലിനോട് തന്നെയാണ് എന്ന് കാണുവാൻ കഴിയുന്നു. 19-ാം വാക്യത്തിൽ ശമൂവേൽ ശൗലിനോട് ദർശകൻ ഞാൻ തന്നെത്താൻ പരിചയപ്പെടുത്തുമ്പോൾ ശമൂവേലിന് പറയാൻ അഭിമാനത്തോടൊരു വിഷയമുണ്ട്. ഞാൻ ദർശകനാണ്, ഞാൻ പ്രവാചകനാണ്, ഞാൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നിന്നോട് അറിയിപ്പാൻ കടപ്പെട്ടവനാണ്, ജനത്തിൻ്റെ മധ്യേ ദൈവവചനം പറയുന്നവനാണ്. നമുക്കങ്ങനെ പറയാനായിട്ട് കഴിയണം. ഞാൻ ദൈവവചനം പറയുന്നവനാണ്, ഞാൻ കർത്താവിനെ വെളിപ്പെടുത്തുന്നവനാണ്, ഇത് പറയാൻ കഴിയണം. അനേക വിശ്വാസികൾക്കും പരസ്യമായി ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് പറയുവാൻ ലജ്ജിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വിശുദ്ധ വേദപുസ്തകം പിടിച്ചുകൊണ്ട് തെരുവിൽ നിൽക്കുവാൻ ലജ്ജിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അതല്ല വേണ്ടത്. മറിച്ച് ഞാൻ ദൈവത്തിൻ്റെ മനുഷ്യനാണ്, ഞാൻ നിങ്ങളോട് വചനം പറയുന്നവനാണ്, എനിക്ക് നിങ്ങളോട് പറയുവാൻ ദൈവവചനം എൻ്റെ പക്കലുണ്ട് എന്ന് പറയത്തക്ക നിലയിൽ ജീവിതങ്ങളെ ക്രമീകരിക്കുകയും ദൈവത്തിനായി നിൽക്കുന്നത് അഭിമാനമായി കാണുകയും ചെയ്യുന്നവരാകണം നമ്മൾ. ഇത് കർത്താവ് ആഗ്രഹിക്കുക. കർത്താവിനെക്കുറിച്ച് ലജ്ജിച്ചിട്ടുണ്ടോ? സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ കാര്യം പറയുമ്പോൾ എങ്ങനെ പറയുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? നീ ഓർക്കുക, യെരുശലേമിൻ്റെ തെരുവീഥികളിൽ സ്വർഗത്തിൻ്റെ നാഥനായവൻ ഇറങ്ങി വന്ന് നിന്നെക്കുറിച്ച് ലജ്ജിക്കാതെ നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഭാരമേറിയ മരക്കുരിശും വഹിച്ചുകൊണ്ട് എത്രമാത്രം അപമാനങ്ങൾ അവിടുന്ന് ഏറ്റുവന്ന്. ആ കർത്താവിനോട് കൂറുള്ള ഒരുവന്, ആ കർത്താവിനെ സ്നേഹിക്കുന്നൊരുവന് പരസ്യമായി ക്രിസ്തുവിനെക്കുറിച്ച് ലജ്ജിക്കുവാനല്ല, അഭിമാനിപ്പാനുള്ള വകയുണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, അങ്ങയുടെ മനോഭാവം എന്താ? ഒരു ദർശകനായി തന്നെത്താൻ പരിചയപ്പെടുത്തുന്ന ശമൂവേലിനെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇന്നത്തെ ചിന്ത നമ്മുടെ ജീവിതങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി അഭിമാനത്തോടെ നിൽക്കുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. തമ്പുരാൻ അങ്ങയ്ക്ക് കൃപ നൽകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.